ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു UX UI Mania. കോൺഫിഗ് 2023 ഫിഗ്മ എല്ലാ ഡിസൈനേഴ്സും എക്സ്പെക്റ്റ് ചെയ്തിരുന്ന വളരെ അമേസിംഗ് ആയിട്ടുള്ള പുതിയ അപ്ഡേറ്റ്സുകളായിട്ടാണ് രംഗത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഡിസൈനേഴ്സ് എന്ന നിലയിൽ എല്ലാ അപ്ഡേറ്റ്സുകളും ഡിസൈനേഴ്സ് മാത്രമല്ല ഡെവലപ്പേഴ്സിന് പോലും ഹെൽപ്പ് ആവുന്ന രീതിയിലുള്ള വളരെ അമേസിംഗ് ആയിട്ടുള്ള വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള അഡ്വാൻറ്റേജസുകളായിട്ടാണ് ഫിഗ്മ നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഫിഗ്മയിലെ വാട്ട്സ് ന്യൂ എന്ന് പറയുന്ന ഈ ഒരു പേജിലേക്ക് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ അപ്ഡേറ്റ്സുകളും വളരെ ക്ലിയർ ആയിട്ട് അവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ അപ്ഡേറ്റ്സുകളുടെയും ഗുണങ്ങളായിരുന്നാലും അതിൻ്റെ ഓരോ പോസിബിലിറ്റീസുകളും എല്ലാം തന്നെ വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ ഈ ഒരു വാട്ട്സ് ന്യൂ പേജിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം. അപ്പോൾ ഈ എല്ലാ അപ്ഡേറ്റ്സുകളും ഡിസൈനേഴ്സ് എന്ന നിലയിൽ വർഷങ്ങളായിട്ട് പ്രതീക്ഷിച്ചിരിക്കുന്നതും ഒരുപാട് ആൾക്കാർ ഇത് ആഗ്രഹിച്ചിരുന്നതുമായിട്ടുള്ള അപ്ഡേറ്റ്സുകളാണ്. അപ്പോൾ എല്ലാ അപ്ഡേറ്റ്സുകളും ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഈ വാട്ട്സ് ന്യൂ പേജിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൽ നിന്ന് ക്ലിയർ ആയിട്ട് ഓരോരുത്തർക്കും ഈ ഒരു ലിങ്കിൽ നിന്ന് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാം. ഈ ലിങ്കുകളെല്ലാം തന്നെ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ എടുത്തു പറയുന്നു. ബാക്കിയുള്ള ഓരോ പോർഷൻസുകളും പുതിയതായിട്ട് വന്നിരിക്കുന്ന ഓരോ അപ്ഡേറ്റ്സുകളും എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകമായിട്ട് തന്നെ ഓരോ വീഡിയോസുകൾ ഉണ്ടാക്കി ക്ലിയർ ആയിട്ട് പറയേണ്ടുന്നതാണ്. എങ്കിലും കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നു. ബാക്കിയുള്ള ഓരോ വിഷയങ്ങളെക്കുറിച്ചും പർട്ടിക്കുലറായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ വീഡിയോസുകൾ നമുക്ക് 1 by 1 ആയിട്ട് പിന്നീട് ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഫിഗ്മയിലേക്ക് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഫിഗ്മയുടെ ഒരു ഹോം പേജിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അതിനകത്ത് ഇൻ്റർഫേസിൽ തന്നെ നല്ല രീതിയിലൊരു മാറ്റം വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ കാണുന്ന രീതിയിലല്ല. ഇവിടെ ഡിസൈൻ ഫയലും ഫിഗ് ജാമിൻ്റെ ബോർഡ് എടുക്കാനൊക്കെ ഉള്ള ഈ ഒരു പ്ലേസ്മെൻറ്റും ഈ ബട്ടൺസൊക്കെ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിഗ് ജാം ടെംപ്ലേറ്റ്സ് തന്നെ കുറേ കാര്യങ്ങൾ നമുക്കിങ്ങനെ കാറ്റഗറൈസ് ആയിട്ട് പുതിയ കുറേ ടെംപ്ലേറ്റ്സുകൾ തന്നിട്ടുണ്ട്. റീസെൻറ്റ് വ്യൂഡ്, ഷെയ്ഡ് എന്നെല്ലാം പ്രത്യേക ഓരോ ടാബ്സുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ലെഫ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പേജിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് അക്കൗണ്ടിനെ അങ്ങോട്ട് മാറ്റി മറ്റുള്ള അക്കൗണ്ടുകളിലേക്ക് മറ്റും നമുക്ക് കയറാനൊക്കെ ആയിട്ട് വളരെ ഈസി ആയിട്ട് കയറുന്ന രീതിയിലൊരു ഡ്രോപ്പ് ഡൗൺ ഒരു സെറ്റപ്പൊക്കെ അവർ പുതുതായിട്ട് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സെർച്ച് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് ഫയൽസുകൾ സെർച്ച് ചെയ്തെടുക്കാൻ വേണ്ടുന്നുള്ളൊരു സെർച്ച് പാനൽ തന്നിട്ടുണ്ട്. അതുപോലെ കാര്യമായ രീതിയിൽ ആദ്യം തന്നെ ഹോം പേജിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ തന്നെ അത്യാവശ്യം ഒരു പുതിയ മാറ്റമാണ്, ഒരു ഫ്രഷ് ലുക്കാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ തന്നെ വന്നുകൊണ്ട് ആദ്യം തന്നെ നമ്മുടെ ഒരു ഇൻ്റർഫേസ് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് അകത്തേക്ക് കയറാം. അതിൽ ഡിസൈൻ ഫയൽസ് എടുത്താൽ തന്നെ നമുക്കറിയാം ഡിസൈനിൽ വളരെയേറെ എടുത്തു പറയേണ്ടുന്ന വളരെ അമേസിംഗ് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ടോപ്പിലായിട്ട് നമുക്ക് പുതുതായിട്ട് ഒരു ഡെവ് മോഡ് പുതുതായിട്ട് തന്നിരിക്കുന്നു. അത് വളരെ 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 പ്രയോജനം ചെയ്യുന്നതാണ് ഇൻഡസ്ട്രിയിൽ. കാരണം നമുക്ക് ഏതെങ്കിലും ഒരു ഡിസൈൻസുകൾ ചെയ്താലും എന്ത് ഡിസൈൻ ചെയ്താലും ഒക്കെ തന്നെ നമ്മൾ ഈ ഡിസൈനേഴ്സ് എന്ന നിലയിൽ ഇത് ഡെവലപ്പേഴ്സിൻ്റെ കയ്യിൽ കൊടുക്കുക, എങ്ങനെയാണ് ആ ഫയൽ ഹാൻഡ് ഓവർ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഒരുപാട് കൺഫ്യൂഷനും ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു ഡെവ് മോഡ് ഒരുപാട് ആ ഒരു പ്രശ്നത്തെ അത് ഇല്ലാതാക്കും. കാരണം നമ്മൾ ഏത് ഡിസൈൻസുകൾ ചെയ്തിരുന്നാലും എന്ത് ചെയ്തിരുന്നാലും ഒക്കെ തന്നെ നമുക്ക് റൈറ്റിൽ വന്നിട്ട് ആഫ്റ്റർ ഫൈനലൈസ് ചെയ്തതിന് ശേഷം എല്ലാ ഡിസൈൻസുകളും നമുക്ക് ഒരു പ്രത്യേക ഒരു സെഷനായിട്ട് നമുക്കിതിൽ ക്രിയേറ്റ് ചെയ്തിടാം. നമ്മുടെ എല്ലാ ഡിസൈൻസുകളും എല്ലാം ഒരു സെഷനിൽ ഇവിടെ വന്നുകൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷനിൽ നിന്ന് നമുക്കറിയാം ഷിഫ്റ്റ് എസ് ആണ് എൻ്റെ ഷോർട്ട് കട്ട്. സെക്ഷൻ വഴി നമുക്കൊരു പർട്ടിക്കുലർ ഏരിയ സെക്ഷൻ നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് അതിൽ ഡെവലപ്പേഴ്സിന് വേണ്ടുന്ന ഏരിയ മാത്രം നമുക്ക് പ്രത്യേകമായിട്ട് ആ ഒരു ഏരിയ സെലക്ട് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം ആ ഒരു ഫുൾ ഏരിയ ഡിസൈൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഡെവലപ്മെൻറ്റ് ബോർഡ് റൈറ്റ് ടോപ്പിൽ വന്ന് നിങ്ങൾക്കിവിടെ അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് ഡെവലപ്മെൻറ്റ് മോഡിലേക്ക് പോകും. ഡെവലപ്മെൻറ്റ് മോഡിലേക്ക് പോയി കഴിഞ്ഞാൽ അറിയാം വളരെ ഈസി ആയിട്ട് ഡെവലപ്പേഴ്സിന് എല്ലാ എലമെൻറ്റ്സുകളും കാര്യങ്ങളും ഒക്കെ തന്നെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ ഒരു ഡെവലപ്പർക്ക് വളരെ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ CSSഉം കോഡും കാര്യങ്ങളൊക്കെ തന്നെ അവർക്ക് വളരെ ഈസി ആയിട്ട് എടുക്കാം. അതുപോലെ തന്നെ അതിനകത്ത് ഉള്ള ഐക്കൺസുകൾ എക്സ്പോർട്ട് ചെയ്യാനായിരുന്നാലും അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഡെവലപ്പേഴ്സിന് ഇനി ഈ ഒരു ഡെവലപ്പർ മോഡലിങ്ങിൽ വന്നിട്ട് ഇവിടെ ഷെയറിൽ വന്നിട്ട് നിങ്ങൾ ഈ ഒരു ഡെവലപ്പർ ഈ ഒരു മോഡാണ് നിങ്ങൾ ഈ കോപ്പി ലിങ്ക് കൊടുത്ത് നിങ്ങളുടെ ഡെവലപ്പർക്ക് കൊടുക്കുന്നതെങ്കിൽ അവർക്ക് ഒരു ഡിസൈനറുടെ സഹായമില്ലാതെ തന്നെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് ചെയ്യാനുള്ള നല്ല ഫീച്ചേഴ്സുകളാണ്. അതുപോലെ തന്നെ പ്ലഗിൻസ് എന്ന സെക്ഷനിലേക്ക് വന്നാൽ ഡെവലപ്പേഴ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ പ്ലഗിൻസുകൾക്കും ഒരു പ്രത്യേക ഏരിയ കൊടുത്തിരിക്കുന്നു. അവിടെ നിന്നുകൊണ്ട് അവർക്ക് ഡെവലപ്പേഴ്സിന് പ്ലഗിൻസുകൾ ഹാൻഡിൽ ചെയ്യുന്ന കാര്യത്തിനായിരുന്നാലും ഒക്കെ തന്നെ എല്ലാ അർത്ഥത്തിലും ഒരു ഡിസൈനറിലുപരിയായിട്ട് ഇതൊരു ഡെവലപ്പേഴ്സും കൂടെ വളരെ ഈസിയായ രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലുള്ള ഈ ഒരു അപ്ഡേറ്റ് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടതായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് വളരെ വലിയൊരു അപ്ഡേറ്റ് ആണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടുന്ന മറ്റ് ഡിസൈനേഴ്സ് എന്ന നിലയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ റൈറ്റ് സൈഡിലേക്ക് നോക്കിയാൽ ലോക്കൽ വേരിയബിൾസ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഏരിയ വന്നിരിക്കുന്നു. ആ ലോക്കൽ വേരിയബിൾസിൽ അതിൻ്റെ ഓപ്പൺ വേരിയബിൾസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് വ്യത്യസ്തമായ വേരിയബിൾസ് ഉണ്ടാക്കാനും അതിൻ്റെ ലൈറ്റ് മോഡും ഡാർക്ക് മോഡും ഒക്കെ പ്രത്യേകം ചെയ്യാനും ഒക്കെ ഉള്ള വളരെ അമേസിംഗ് ആയിട്ടൊരു അപ്ഡേറ്റ് ആണ് ഈ വേരിയബിൾസിലൂടെ വന്നിരിക്കുന്നത്. ഈ വേരിയബിൾസ് ക്രിയേഷൻ എല്ലാം തന്നെ കുറച്ച് കാര്യങ്ങൾ നല്ലപോലെ അഡ്വാൻസ് ആയിട്ട് മനസ്സിലാക്കി കുറച്ച് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിനെല്ലാം പ്രത്യേകം നമുക്കൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യാം. ഇതൊരു ഓവറാൾ ഒരു അപ്ഡേഷൻ ഒരു പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറയുന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വേരിയബിൾസ് വളരെ നല്ലൊരു അപ്ഡേറ്റ്സ് ആണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം. അതുപോലെ
നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എടുത്തു പറയേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കൊരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പണ്ട് ഫോണ്ട് ചൂസ് ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് ഇവിടെ വന്നിട്ട് ഏതെങ്കിലും ഒരു ഫോണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടൈപ്പ് ചെയ്ത് മാത്രമേ അതിൻ്റെ സ്റ്റൈൽ അറിയാൻ പറ്റത്തുള്ളായിരുന്നു. മറിച്ച് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോഷോപ്പിലൊക്കെ കാണുന്ന പോലെ തന്നെ എല്ലാ ഫോണ്ടുകളും ആ ഫോണ്ടിൻ്റെ അതേ സ്റ്റൈലിൽ തന്നെ ഇവിടെ എഴുതി കാണിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഫോണ്ട് നെയിം ഇവിടെ ഉണ്ട്. വളരെ ഈസി ആയിട്ട് അതിൽ നിന്ന് നമുക്ക് സെലക്ട്, അതുപോലെ തന്നെ സെലക്ട് ചെയ്യുന്നതിലുപരിയായിട്ട് നമുക്ക് ആ ഫോണ്ടിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്ത് വെക്കാം. അതായത് നിങ്ങൾ നിരന്തരമായിട്ട് ഉപയോഗിക്കുന്ന ഫോണ്ട് ഏതാണ്, വല്ലപ്പോഴും ഉപയോഗിക്കുന്ന ഫോണ്ട് ഏതാണ്, അതിൽ നിന്ന് ഗൂഗിൾ ഫോൺസ് ഏതൊക്കെയുണ്ട്, അല്ലെങ്കിൽ ഈ പ്രോജക്റ്റിൻ്റെ ഫോണ്ട് ഏതാണ്, അങ്ങനെ ഓരോന്നായിട്ട് നമുക്കിവിടെ ഓരോന്നും പ്രത്യേകമായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യിക്കാം. അങ്ങനെ ഫോണ്ട് പരമായിട്ട് ഈ പറയേണ്ടുന്ന ഒരു അപ്ഡേറ്റ്സ് വളരെ എടുത്തു പറയേണ്ടുന്നതായിട്ടുള്ള അപ്ഡേറ്റ്സ് തന്നെയാണ്. അതുപോലെ എടുത്തു പറയേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓട്ടോ ലേഔട്ട് എന്ന് പറയുന്നത്. ഓട്ടോ ലേഔട്ടിലും വളരെ നല്ല രീതിയിൽ ഡിസൈനേഴ്സ് എന്ന നിലയിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ വളരെ റെസ്പോൺസീവ് ആയിട്ടുള്ള രീതിയിലൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഹെൽപ്പ് ചെയ്യുന്ന പുതിയ അപ്ഡേറ്റ്സുകളാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഒരു ഓട്ടോ ലേഔട്ട് നമ്മൾ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് സെലക്ട് ചെയ്തുകൊണ്ട് റൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പുതിയ കുറേ ഓപ്ഷൻസുകൾ ഇതിനകത്ത് നമുക്ക് എടുത്ത് പരിചയപ്പെടുത്തേണ്ടതുണ്ടല്ലോ. വളരെ പ്രധാനപ്പെട്ടവരാണ് റാപ്പ് എന്ന് പറയുന്നത്. ആ ഒരു റാപ്പ് ഫംഗ്ഷനാലിറ്റി വെച്ചിട്ട് നമുക്ക് റെസ്പോൺസീവായിട്ട് ഓരോ ഡിസൈൻസുകളൊക്കെ ചെയ്യാനുള്ള ഒരു ഉപകാരം വളരെ എടുത്തു പറയേണ്ടുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ടോപ്പിലേക്ക് നിങ്ങൾക്ക് പോയാൽ സാധാരണഗതിയിൽ ഒരു വിഡ്ത്ത് കൊടുക്കുന്ന സ്ഥലത്ത് തന്നെ നമുക്കിപ്പോഴായിട്ട് മിനിമം വിഡ്ത്ത്, മാക്സ് വിഡ്ത്ത്, അതായത് ഡെവലപ്പേഴ്സിനൊക്കെ അറിയാം, റെസ്പോൺസീവായിട്ട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ മിനിമം വിഡ്ത്ത്, മാക്സ് വിഡ്ത്ത് ഒക്കെ കൊടുത്ത് അപ്ലൈ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ആ ഫംഗ്ഷനാലിറ്റികളിലൊക്കെ തന്നെ നമുക്ക് വിഡ്ത്ത് കൊടുക്കാനും ഹൈറ്റ് കൊടുക്കാനും ഒക്കെ തന്നെ ഫിഗ്മ നമുക്കിവിടെ കൊണ്ടുവരുന്നു. സാധാരണഗതിയിൽ നമ്മൾ വിഡ്ത്ത് കൊടുക്കുകയും അതുപോലെ തന്നെ ഫിക്സഡ് വിഡ്ത്തും ഹഗ് കണ്ടൻറ്റൊക്കെ കൊടുത്ത് മാത്രമാണ് നമ്മൾ ഓട്ടോലായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതുപോലുള്ള മിൻ വിഡ്ത്ത് ആയാലും മാക്സ് വിഡ്ത്ത് ആയാലും ഒക്കെ തന്നെ നമുക്ക് ഒരുപാട് നല്ല രീതിയിലുള്ള റെസ്പോൺസീവ് ഡിസൈൻസുകൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഓരോ ഏരിയകളിലും വളരെ എടുത്തു പറയാവുന്ന രീതിയിലുള്ള മികച്ച അപ്ഡേറ്റ്സുകളായിട്ട് വരുന്നു. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടുള്ള ഫിഗ്മയുടെ ഒരു പുതിയ അപ്ഡേഷൻ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നു. വളരെ അമേസിംഗ് ആയിട്ടുള്ള അപ്ഡേഷൻസുകളാണ് ഇനി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കാര്യമായ രീതിയിൽ തന്നെ ഫിഗ്മയിൽ ഒരു പുതിയ മാറ്റത്തിലേക്ക്, ഒരു മികച്ച ഒരു ചേഞ്ചിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഡിസൈനേഴ്സിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അവരുടെ പ്രൊഡക്ടിവിറ്റി വളരെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇമാജിൻ ചെയ്യാവുന്നതിനേക്കാൾ കൂടുതൽ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാനും വർക്ക് ചെയ്യാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന രീതിയിലുള്ള അപ്ഡേറ്റ്സുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിൽ നിന്നും പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സുകൾ മനസ്സിലാക്കിയിരിക്കുക. അതിനുശേഷം എല്ലാ പോയിൻറ്റ്സുകളും നമ്മുടെ വാട്സ് ന്യൂ എന്നുള്ള ഫിഗ്മയുടെ പേജിൽ പോയി കാര്യങ്ങൾ എന്താണെന്നൊക്കെ ഉള്ളത് വായിച്ച് മനസ്സിലാക്കണം. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ വേണ്ടി ഫിഗ്മ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട സംഭവങ്ങളെക്കുറിച്ചൊരു പേജുകൾ തരുന്നുണ്ട്. ആ പേജുകളുടെ എല്ലാം ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അതായത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായ ഡെവലപ്പർ മോഡിനെ കുറിച്ചും അതുപോലെ തന്നെ ഓട്ടോ ലേഔട്ടിനെ കുറിച്ചുള്ള പ്രത്യേകം ഒരു ഏരിയ, അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് പ്രോട്ടോടൈപ്പിങ്ങിനെ കുറിച്ചുള്ള പ്രത്യേക ഏരിയ, വേരിയബിൾസിനെ കുറിച്ചുള്ള പ്രത്യേക ഏരിയ, ഇതെല്ലാം നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാത്തിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഫിഗ്മ ഫയൽ തന്നെ ഫിഗ്മ തന്നെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നുണ്ട്. അതായത് ഓൾമോസ്റ്റ് നമുക്ക് അറിയേണ്ടുന്ന പുതിയ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം, എങ്ങനെയാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത് എന്നുള്ളത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ഫിഗ്മ ഫയലായിട്ട് ഫിഗ്മ തന്നെ നമുക്ക് തരുന്നുണ്ട്. ഇത് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് ഡിസൈനേഴ്സ് എന്ന നിലയിൽ നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഈ പുതിയ അപ്ഡേറ്റ്സുകളൊക്കെ നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ നിന്നും മനസ്സിലാക്കാം എന്നുണ്ടെങ്കിലും ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതൊക്കെ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് അറിയണമെങ്കിൽ അവർ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ ഫിഗ്മ നമുക്ക് അതിന് വേണ്ടുന്നൊരു ഫിഗ്മ ഫയൽ തരുന്നുണ്ട്. ഇതിനകത്തുള്ള ഈ എല്ലാ അപ്ഡേറ്റ്സുകളുടെയും ഫിഗ്മ ഫയലിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്ത് നിങ്ങൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ഇൻ ഫിഗ്മ കൊടുക്കുക. നമ്മൾ നേരിട്ട് ഇതിൻ്റെ ഫിഗ്മ ഫയലിലേക്ക് ഓപ്പണായി മാറും. ഓപ്പൺ ആയതിനു ശേഷം നിങ്ങൾ ടോപ്പിൽ നിന്ന് തന്നെ ഇതിൻ്റെ കവർ പേജ് തൊട്ട് നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എല്ലാം അവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മളൊരു പുതിയ വീഡിയോയുടെയൊക്കെ പുറകെ പോയി നമ്മൾ സമയം കണ്ട് പഠിച്ച് കുറേ സമയം വേസ്റ്റ് ആക്കുന്നതിനേക്കായിട്ട് ഫിഗ്മ തന്നിരിക്കുന്ന ഈ ഒരു ട്യൂട്ടോറിയൽസുകൾ തന്നെ പ്രിഫർ ചെയ്താൽ തന്നെ നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് ക്ലിയർ ആയിട്ട് പഠിക്കാം. അപ്പോൾ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകളായിട്ടുള്ള ഡെവലപ്പറും ഓട്ടോലായിട്ടും അഡ്വാൻസ്ഡ് പ്രോട്ടോടൈപ്പിങ്ങും വേരിയബിളും എല്ലാം തന്നെ അവരുടെ ഈ ലിങ്കുകളെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. ഇത് മതി നല്ല രീതിയിൽ നമുക്ക് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ലിങ്ക് ഇവിടെ തന്നേക്കാൻ, നിങ്ങൾ ഇത് നോക്കി നല്ല രീതിയിൽ സെൽഫായിട്ടൊന്ന് പഠിക്കാൻ ശ്രമിച്ചോളൂ. പിന്നീട് നമുക്ക് സമയാനുസരണമായിട്ട് ഈ ഓരോ വിഷയങ്ങളെക്കുറിച്ചുള്ള പ്രത്യേകം വീഡിയോസുകളൊക്കെ പിന്നീട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. എന്തായാലും നിങ്ങളിപ്പോൾ തന്നെ പഠനം തുടങ്ങിക്കൊള്ളുക. ഇതെല്ലാം തന്നെ എക്സ്പ്ലോർ ചെയ്തോളുക. നിങ്ങളുടെ ഡിസൈൻസുകളിൽ ഫിഗ്മയിൽ നിങ്ങളുടെ അറിവുകൾ മാക്സിമം വളർത്തിയെടുത്തുകൊള്ളുക. അത് നിങ്ങളുടെ ഡിസൈൻ ക്വാളിറ്റിയും നിങ്ങളുടെ ഡിസൈൻ പ്രൊഡക്ടിവിറ്റിയൊക്കെ തന്നെ വളരെയേറെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും ഈ അപ്ഡേറ്റ്സുകൾ എക്സ്പ്ലോർ ചെയ്യുക, പഠിക്കുക, നിങ്ങളുടെ പുതിയ ഡിസൈൻസുകളിൽ അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ പുതിയ അപ്ഡേറ്റ്സുകളെല്ലാം ഡിസൈനേഴ്സ് ആയിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കൂടെ എത്തിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ എന്തായാലും ഇതുപോലെ ഡിസൈനേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്ന മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഗൈസ്.